ഗസ പിടിച്ചെടുക്കാനൊരുങ്ങുകയാണ് ഇസ്രായേൽ. ഗസ പിടിച്ചടക്കൽ പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തൻ്റെ പദ്ധതിയെക്കുറിച്ച് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഗസയിലെ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം പിടിക്കുകയാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ഹമാസിനെ പുറത്താക്കി ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് രാജ്യത്തിന് ഗസയുടെ നിയന്ത്രണം കൈമാറാനും നെതന്യാഹു പദ്ധതിയിടുന്നു. നെതന്യാഹുവിൻ്റെ ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഹമാസ് രംഗത്ത് വന്നു. അട്ടിമറി എന്നാണ് ഹമാസ് നേതൃത്വം നീക്കത്തെ വിശേഷിപ്പിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഗാസ മുനമ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെ അട്ടിമറി നീക്കമായാണ് കാണുന്നത്. തൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ നടപ്പാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്, ഹമാസ് നേതൃത്വം പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഈ നീക്കത്തെ വംശഹത്യയാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. നെതന്യാഹു ബന്ദികളെ ഉപേക്ഷിച്ച് വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കുകയാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. അതിനിടയിൽ പ്രതികരണവുമായി ഇറാൻ എത്തി. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തു ഇറാൻ. ഗാസയിലെ സ്ഥിതിഗതികളെ വംശഹത്യ എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. സൗദിയും തുർക്കിയും വിഷയത്തിൽ പെട്ടെന്ന് ഇടപെടണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കം വൻതോതിലുള്ള കുടിയിറക്കത്തിന് കാരണമാകും. പ്രതിസന്ധി വഷളാകാനും സാധ്യതയുണ്ട്. അതിനാൽ അടിയന്തര മാനുഷിക സഹായവും രാഷ്ട്രീയ ഇടപെടലും വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇസ്രായേലിനെതിരായ നടപടി സ്വീകരിക്കാൻ 57 ഇസ്ലാമിക രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെടുന്നു. ഗാസ മുനമ്പിലെ വംശഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 57 രാജ്യങ്ങളുടെ അടിയന്തര യോഗം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇറാൻ കത്തയച്ചിരിക്കുന്നത്. ഗാസയിലെ പ്രതിസന്ധി സങ്കല്പിക്കുന്നതിനും അപ്പുറമാണെന്നാണ് ഉയർന്ന ഇറാൻ നയതന്ത്രജ്ഞൻ പറയുന്നത്. ഇസ്ലാം രാജ്യങ്ങളിലെ ഏറ്റവും മോശമായ പ്രതിസന്ധികൾ ഒന്നാണ് ഗാസയിലേതെന്നും ഇറാൻ പറയുന്നു. ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിൻ്റെ പദ്ധതി നിയമവിരുദ്ധവും രാഷ്ട്രീയമായി അപകടകരവുമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഗസയിൽ സംഭവിക്കുന്നത് പ്രതിസന്ധിയല്ലെന്നും വംശഹത്യയാണെന്നും ഇറാൻ വിമർശിക്കുന്നു. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വലിയൊരു വർധനവുണ്ടാക്കും. ആക്രമണം മുഴുവൻ ഗാസ മുനമ്പിലേക്കും വ്യാപിച്ചേക്കാം. കൂടാതെ ദശലക്ഷത്തിലധികം സാധാരണക്കാരെ കുടിയിറക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അതിനിടയിൽ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ഗാസ വിഷയത്തിൽ കടുത്ത ഭിന്നതയിലാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചടക്കുന്നതിൽ സൈന്യത്തിന് വിയോജിപ്പുണ്ട്. ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കമാണിതെന്നാണ് സൈന്യം പറയുന്നത്. ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി നെതന്യാഹുവും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിനുള്ളിലും നെതന്യാഹുവിൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതിനെതിരെ അഭിപ്രായ വോട്ടെടുപ്പും ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഉടൻ വെടിനിർത്തൽ വേണമെന്നാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഭൂരിഭാഗവും ആവശ്യപ്പെടുന്നത്. ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് വോട്ടെടുപ്പിൽ വരുന്ന ആവശ്യം. ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളിൽ ഭൂരിഭാഗവും വെടിനിർത്തലിലൂടെയോ മറ്റ് കരാറുകളിലൂടെയോ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 50 പേർ ഗാസയിൽ തന്നെ തുടരുന്നതായാണ് റിപ്പോർട്ട്. ഇവരിൽ 20 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത്.